സാരംഗിൽ വന്യമൃഗ ശല്യം ഉണ്ടോയെന്നാണ് അടുത്ത ചോദ്യം. ഇവിടെ ശല്യമാകാതിരിക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്. രാത്രിയിൽ ടോർച്ച് അടിച്ച് നടക്കുക, ടോർച്ച് കെട്ടിത്തൂക്കുക. പലപ്പോഴും നമുക്ക് ഫലങ്ങൾ പലതും കിട്ടണമെന്നുണ്ട്, നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടണമെന്ന് പറഞ്ഞില്ലേ. വാഴക്കൊലയൊക്കെ ഓരോ വാഴയുടെയും കൊല നമ്മളൊരു പകുതി മൂപ്പാകുന്നതിന് മുമ്പ് തന്നെ പ്ലാസ്റ്റിക് ചാക്കോ എന്തെങ്കിലും കൊണ്ട് മൂടി ഇടണം. അതിനെയും പൊളിച്ചു നോക്കി എടുക്കുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇനിയും അത് എന്നാ വളരുന്നതെന്നറിയില്ല. അതിനൊക്കെ പരിഹാരം അവരും കാണും, നമ്മൾ പരിഹാരം കാണുന്ന പോലെ തന്നെ അവരും പരിഹാരം കാണും. അപ്പോൾ നമ്മൾ അടുത്ത പരിഹാരം കാണണം. ഇന്നിപ്പോൾ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് കൃഷിക്കാരല്ല പരിഹാരം കാണുന്നത്, സർക്കാർ തലത്തിൽ പരിഹാരം കാണും എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് കൃഷിക്കാർ ജോലി ചെയ്യുന്നത്. അനവസ്ഥയുടെ അങ്ങേയറ്റമാണ്. സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് അവിടെ സംവിധാനമില്ല. അപ്പോൾ സാധാരണക്കാരൻ എന്ത് ചെയ്യണം? അവനവൻ്റെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അവനവൻ നോക്കണം. അവിടെ അനാസ്ഥ, സർക്കാർ പക്ഷം എന്നുള്ള അനാസ്ഥ. ഇവിടെ ആണെങ്കിൽ സർക്കാർ തരില്ലോ എന്നുള്ള പ്രതീക്ഷ. ഇത് രണ്ടും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഈ കൃഷിക്കാരൻ്റെ പ്രശ്നം അവിടെ തന്നെ നിലനിൽക്കുകയാണ്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ഉണ്ടായ 1-2 വീഡിയോയിൽ മരം കയറ്റം, മരത്തെ കയറാൻ ഇപ്പോൾ ആളെ കിട്ടാനില്ല. അതിനിപ്പോൾ ഒരു മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നു. സുഖമായിട്ട് ഏത് മരത്തേലും, എത്ര ചില്ലയുള്ള മരത്തേലും കയറിയിട്ട് ശിഖരം ഇറക്കാനായിട്ടുള്ള യന്ത്രം ഉണ്ടാക്കിയിരിക്കുന്നു. അത് സർക്കാർ ഉണ്ടാക്കിയതല്ല. സാധാരണ കൃഷിക്കാരന് അല്ലെങ്കിൽ ആ മരത്തെ കയറുന്ന ആൾക്കാർക്ക് ആ തൊഴിൽ എങ്ങനെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും എന്നൊരു പ്രശ്നത്തിന് പരിഹാരം കണ്ടതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ വന്യമൃഗങ്ങളുടെ ശല്യമുണ്ടെന്നൊരു സത്യമാണ്. അതിന് പരിഹാരം കാണാനായിട്ട് സർക്കാരിന് നോക്കിക്കൊണ്ടിരിക്കാതെ അതുപോലെയുള്ള പുരോഗമനപരമായ ശാസ്ത്രീയമായ മാർഗങ്ങൾ കൃഷിക്കാരൻ തന്നെ മുൻകൈ എടുത്ത് കണ്ടുപിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതിങ്ങനെ അവസാനം വരെ പോകും. ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ ആനയുടെ പ്രശ്നമുണ്ടായ ഒരു കാലമുണ്ട്. പീലാണ്ടി എന്ന് പറഞ്ഞൊരാളെ കൊന്ന ഒരു ആന ഇവിടെ മാങ്ങയും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ മലയിൽ, നമ്മുടെ ഈ സാരംഗ് മലയിലേക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി വരിക, ഈ പ്രദേശത്തുള്ള മാങ്ങ ഒക്കെ കുലുക്കിയിട്ട് തിന്നുക, തെങ്ങൊക്കെ ഓടിച്ച് കളയുക, അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞ് 3-4 എണ്ണം വെച്ച് വരാൻ തുടങ്ങി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആന വരുന്ന ഒരു പതിവുണ്ടായി. അപ്പോൾ ആളുകൾക്ക് പൊതുവെ ഭയമായി. ഏതായാലും അതിനൊരു പരിഹാരം, വളരെ മനോഹരമായ ഒരു പരിഹാരം ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ആന കൂടുതൽ നിൽക്കേണ്ട കാടിൻ്റെ അതിരിന് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാത്ത വിധം അവിടെ ഒരു കറണ്ട് വേലി ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് ആനകളെ കൊണ്ടുള്ള പ്രശ്നം ഇപ്പം ഇല്ല. അതെ, അങ്ങനെ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ, അത്രയൊക്കെ ചെയ്യാവുന്നതാണ്. നാട്ടുകാരുടെ നല്ല സഹകരണം ഇവിടെയുള്ള ആളുകളുടെ സഹകരണത്തിനോട് അത്രയും ആളുകൾ സഹകരിച്ച് നിൽക്കുന്നുമുണ്ട്. അഗളി ഗവൺമെൻറ് സ്കൂളിൻ്റെ തൊട്ടുപുറകിൽ ഒരു പുലി ഇറങ്ങി, എന്നിട്ട് ഒരു ആടിനെ കൊന്നു. അവിടെ ധാരാളം കുട്ടികളുള്ള ഒരു സ്ഥലത്ത് ഒരു ആടിനെ കൊന്നു. അതൊരു വാർത്തയാണ്. അതുപോലെ ആന മനുഷ്യനെ കൊല്ലുന്നു. അങ്ങനെ വലിയ ടൗണുകളിലൊക്കെ തന്നെ ഇതുപോലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം അതൊരു സത്യമാണ്. പക്ഷേ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം, ഇപ്പോൾ ഇവിടെ നടന്ന ഒരു സംഭവമുണ്ട്. നമ്മളെ ചിറ്റൂർ ഡാം ഉണ്ടാകുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പ് വരെ ചിറ്റൂർ എന്ന് പറഞ്ഞ പ്രദേശം, ചിറ്റൂർ, കുറവമ്പാടി, പോത്തുപാടി, ഈ ഭാഗങ്ങളെല്ലാം നല്ല കൃഷിയിടങ്ങളായിരുന്നു. നല്ല കൃഷിയിടങ്ങൾ വളരെ അകലെയുള്ള പാലായിൽ നിന്നും കണ്ണൂർ സൈഡിൽ നിന്ന് അങ്ങനെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ ഇവിടെ വന്നു കൂടിയിട്ട് നല്ല പ്ലാവ്, മാവ്, തെങ്ങ്, അതെ, വലിയ ഫലവൃക്ഷങ്ങളെല്ലാം തന്നെ, നാട്ടിലുള്ള ഫലവൃക്ഷങ്ങളെല്ലാം അവരിവിടെ വെച്ച് പിടിപ്പിച്ചു. പിന്നെ ഇഷ്ടംപോലെ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. എല്ലാം കൊണ്ടും നല്ല പറ്റിയ അന്തരീക്ഷം ആയതുകൊണ്ട് എല്ലാ തരം കൃഷികളും ചെയ്തുകൊണ്ടിരുന്ന ഒരു സമൂഹമായിരുന്നു ആ പ്രദേശത്ത്. ഈ ചിറ്റൂർ ഡാം വന്നതോടുകൂടി, ഡാം വന്നില്ല, ചിറ്റൂർ ഡാമിൻ്റെ പദ്ധതി, ആ ഒരു പദ്ധതി വന്നതോടുകൂടി, പദ്ധതി ഇവിടെ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ആളുകളെ മുഴുവൻ അവിടുന്ന് ഒഴിപ്പിച്ചു. അപ്പോൾ ഈ സ്ഥലം മുഴുവനും സർക്കാർ ഏറ്റെടുത്തു. സർക്കാർ അത് ഏറ്റെടുക്കുമ്പോൾ ഇതിനകത്തുള്ള ഫലവൃക്ഷങ്ങളൊന്നും വെട്ടിമാറ്റുന്നില്ലല്ലോ, അതൊക്കെ അവിടെ നിന്നു. ആ ആളുകൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു, ഫലവൃക്ഷങ്ങൾ അവിടെ നിൽക്കുകയും ചെയ്തു. അതിൻ്റെ തൊട്ടടുത്താണ് ഈ മുത്തികുളം വനം എന്ന് പറയുന്നത്. നല്ല ഒന്നാന്തരം വനം. അതിനോട് ചേർന്ന് വരുന്ന സ്ഥലങ്ങളാണ് ഈ പുലിയറ, പോത്തുപാടി, കുറവമ്പാടി, ഈ സ്ഥലങ്ങളൊക്കെ. NSS കുറച്ച് എസ്റ്റേറ്റ് ഉണ്ട് ഇവിടെ. ആ NSSൻ്റെ എസ്റ്റേറ്റും ഈ വനം പോലെ തന്നെ കിടക്കുന്ന സ്ഥലമാണ്. മുത്തികുളം ഫോറസ്റ്റ് സർക്കാരിൻ്റെതായ ഒരു വനമാണ്. കുടി ഒഴിപ്പിച്ച സ്ഥലം ഈ ഫലവൃക്ഷങ്ങളോട് കൂടിയ ഒരു കാടായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഫലവൃക്ഷങ്ങളോട് കൂടിയ കാട് ഈ പ്രദേശം മുഴുവനും
വന്യമൃഗങ്ങൾക്ക് ആവശ്യമുള്ള തീറ്റ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറി. അത് ശീലിക്കുകയും ചെയ്തു. അവർ ശീലിച്ചു. കാരണം മറ്റു ഭക്ഷണം കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞ് പലതിനെയും പേടിച്ച്, പുലിയെയും കടുവയും ഒക്കെ പേടിച്ച് നടക്കേണ്ട മൃഗങ്ങൾക്ക് അതൊന്നും പേടിക്കണ്ട എന്നുള്ള ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി. അപ്പോൾ അത് ആസ്വദിച്ച് അവർ വളരുന്നു. അതിങ്ങനെ നീണ്ടു വന്ന് പിന്നെ നോക്കുമ്പോൾ ഏക്കർ കണക്കിന് വാഴത്തോട്ടം, ഏക്കർ കണക്കിന് നെൽപ്പാടങ്ങൾ, അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇവർ പോരുന്നു. അത് സ്വാഭാവികമാണ്, അതൊരു ജന്തുസഹജമായ സ്വഭാവമാണ്. അതേ ജന്തുസഹജമായ ആ ഒരു സ്വഭാവം നമുക്കുണ്ടല്ലോ, മനുഷ്യർക്കുണ്ടല്ലോ. ഏറ്റവും എളുപ്പം കിട്ടുന്നതല്ലേ നമ്മൾ നോക്കുന്നത്. ഒരു പണിയും ചെയ്യാതെ ഈസി ആയിട്ട് കിട്ടുന്ന എളുപ്പം കിട്ടുന്ന ഇതിലേക്ക് നമ്മൾ വീഴുന്നുണ്ട്. അതേ തന്നെ എല്ലാ മൃഗങ്ങൾക്കും ഉണ്ട്. അത് അസ്ഥാനത്താകുമ്പോൾ അത് ശല്യമായി മാറുന്നു. അതിൻ്റെ ഈ ഭക്ഷ്യശൃംഖലയെപ്പറ്റി നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഈ ഭക്ഷ്യശൃംഖലകൾ ഓരോന്നോരോന്ന് അഴിഞ്ഞിങ്ങ് പോരുക. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സസ്യാഹാരികളായ മൃഗങ്ങളുടെ പുറകെ മറ്റു മൃഗങ്ങൾ വരുന്നു, ഇതിനെ തിന്നാനുള്ള മൃഗങ്ങൾ വരുന്നു. കാരണം അവിടെ ശൃംഖല അവിടെയും പൂർണ്ണമാകണമല്ലോ. അതിങ്ങനെ ഓരോ സ്ഥലത്തും ഇത് തന്നെ ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ചിറ്റൂർ ഡാം പദ്ധതി എവിടെയായി? എവിടെയുമായില്ല. വന്നില്ല. അതേസമയം അവിടെ താമസിച്ചുകൊണ്ടിരുന്ന മനുഷ്യർ എവിടെയൊക്കെയോ പോയി താമസിക്കേണ്ടി വന്നു. അവർ വേറെ സ്ഥലം കണ്ടെത്തേണ്ടി വന്നു, എവിടെയെങ്കിലും വാങ്ങുകയോ എന്തെങ്കിലും ചെയ്യേണ്ടി വന്നു ആ കാശ് കിട്ടിയിട്ട്. ഈ നല്ല കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ തന്നെയാണ് ഞങ്ങളും.